അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സമാധാനമില്ലാത്ത സഫീറിൻ്റെ ജീവിതം ആഷി ഉസ്താദിൻ്റെ കൂടെ കിടക്കുമ്പോഴാണ് തൻ്റെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. എന്താ എന്താടാ? അതെ, നമ്മുടെ സഫീർ അതെടുത്ത് നോക്കി. അതെ, ഒരു മെയിൽ വന്നിരിക്കുന്നു. ഇന്ന് 12 മണിക്ക് മുമ്പായിട്ട് കോടതിയിൽ ഹാജരാവണം എന്നുള്ളത്. അല്ല എങ്കിൽ അതിനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കും. അവൻ്റെ കൈകാലുകൾ തളർന്നുപോയി. റബ്ബേ, എനിക്ക് ഒരിക്കൽ പോലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളും ഉണ്ടാവില്ല. കാരണം എൻ്റെ ജ്യേഷ്ഠൻ അത്രക്കും ആളെ സപ്പോർട്ടുള്ള ആളാണ്. ഒരുപാട് പണം എറിഞ്ഞിട്ടും അങ്ങനെയൊക്കെ. പക്ഷേ സത്യത്തിന് സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ലല്ലോ. റബ്ബേ, നീ മാത്രമാണ് എൻ്റെ വക്കീല്. എനിക്ക് ഒരേ ഒരു വക്കീലേ ഉള്ളൂ, അത് നീ മാത്രമാണല്ല. ആഷി കാര്യം തിരക്കി. എന്തു പറ്റിയടാ? അത് നോക്ക്. പഠിച്ചോനെ റബ്ബേ. സാറില്ലടാ, സാറില്ല. നീ നിൻ്റെ ഭാഗം ക്ലിയറാക്ക്. അതെ, വക്കീലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാകും. പിന്നെ പരാതിക്കാരി ഇനി അവളുടെ ഉപ്പ എന്ത് പറയുന്നു എന്തോ ആവോ. അതിനനുസരിച്ച് എന്തായാലും കേസ് ഉണ്ടാകും അല്ലേ? സാരല്ല, നീ ഒന്നും ചെയ്തില്ലല്ലോ. പക്ഷെ നിരപരാധികളാണ് മിക്കവാറും ആളുകൾ ഈ ദുനിയാവിൽ കഷ്ടപ്പെടുന്ന. നിരപരാധികളായ ആളുകൾ, തെറ്റ് ചെയ്തവർ രക്ഷപ്പെടുന്ന ദുനിയാവാണിത്. നിരപരാധികളായ ആളുകളാണ് ഇവിടെ എത്രയോ ജയിലുകളിൽ കഴിയുന്നത്. പാവങ്ങൾ, ഒരു തെറ്റും ചെയ്യാത്ത, പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെയായി തീർന്നു. സാരമില്ല, മുഅ്മിനീങ്ങൾക്ക് ദുനിയാവ് നരകമാണെന്ന് വിചാരിച്ചാൽ മതി. ദുനിയാവ് ജയിലാണ് അവരുടെ. സാരില്ല, ആഷി ഉസ്താദ് ആശ്വസിപ്പിച്ചു. ആഷി പറഞ്ഞു, നമുക്ക് ഒരു വക്കീലിനെ പോയി കണ്ടാൽ നമ്മളെ ഭാഗത്തും സംസാരിക്കാൻ ഒരാളാവുമല്ലോ. വേണ്ടടാ, നമ്മുടെ ഭാഗമൊന്നും ഒരിക്കലും ക്ലിയർ ആവില്ല. നമുക്ക് പോകാം കോടതിയിലേക്ക്. സാരല്ല, ഞാൻ പോയിക്കോളാം ആഷി. പിന്നെ എനിക്കൊരു അപേക്ഷയുണ്ട്. ഒരു പക്ഷേ വിചാരണ ചെയ്തു കഴിഞ്ഞാൽ എന്നെ നേരെ ജയിലിൽ കയറ്റും. എനിക്കൊരു പക്ഷേ ജാമ്യത്തിന് ഇറങ്ങാൻ പോലും ആരും ഉണ്ടാവില്ല. അപ്പോൾ ജയിലിൽ കയറ്റുകയാണെങ്കിൽ എനിക്കൊരു അപേക്ഷയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ആഷി, ഹാദിയെ കൈവിടരുത് കേട്ടോ. അവൾ പാവം കുട്ടിയാണ്. പിന്നെ അവൾക്ക് ജീവിതത്തിൽ ഒരു സുഖവും സമാധാനവും ഒന്നും കിട്ടിയിട്ടില്ല. ആഷി അത് കൊടുക്കണം കേട്ടോ. പിന്നെ അവൾക്ക് നഷ്ടപ്പെട്ട പഠനം, ആ കാര്യത്തിൽ ആ കുട്ടിക്ക് നല്ല ടെൻഷനുണ്ട്. അതും കൂടി എൻ്റെ ആഷിക്ക് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പടച്ച റബ്ബ് നിങ്ങളെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പോയിട്ട് വരാം. അങ്ങനെ അതാ വിതുമ്പുന്ന ചുണ്ടുകളോടെ അതാ സഫീർ ഇറങ്ങുന്നു. പറയുന്ന സമയത്തിന് മുമ്പായിട്ട് കോടതിയിൽ ഹാജരാവുകയാണ്. അതെ, നിസ്സഹായനായി അവിടെ നിൽക്കുവാനേ കഴിഞ്ഞുള്ളൂ. അവരുടെ ഓരോ ചോദ്യങ്ങൾക്ക് മുമ്പിൽ, എന്താ നിങ്ങൾ വാഹനമിടിച്ച് വിദേശത്തേക്ക് പോയി കളഞ്ഞു അല്ലേ? എന്നാൽ അവൻ നിസ്സഹായതയോടെ പറഞ്ഞു, ഇല്ല സർ, ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു. കോടതിയിൽ കയറി പച്ചക്കള്ളം പറയാൻ മാത്രം എന്ത് അധികാരം നിനക്കുള്ളത്? കോടതിയിൽ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ എന്നുള്ളൊരു നിയമം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ? നിനക്കെതിരെ ഇവിടെ പരാതി കിട്ടിയിട്ടുണ്ട്. അതെ, വാഹനമിടിച്ച് കുട്ടിയെ നീ നിരന്തരം പീഡിപ്പിക്കാറുണ്ടായിരുന്നെന്നോ? അതെ, അവളെ നിനക്ക് കല്യാണം കഴിക്കാത്തതിൻ്റെ പേരിൽ വാശിക്ക് വേണ്ടിയിട്ട് നീ അവളെ കൊല്ലാൻ ശ്രമിച്ചതെന്നോ? അതെ, വാഹനമിടിച്ച് അവൾക്ക് പരിക്ക് പറ്റിയെന്നറിഞ്ഞപ്പോൾ പെട്ടെന്ന് നീ ഈജിപ്തിലേക്ക് പോയി എന്നൊക്കെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ള വാർത്തകൾ. പിന്നെ എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? എന്തിനാടോ മനുഷ്യരെ ഉപദ്രവിക്കുന്നത്? സർ, ഇല്ല, ഒരിക്കലും ഞാനങ്ങനെ ചെയ്തിട്ടില്ല. ആ സമയത്ത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. തെളിവുകളുണ്ട്. ഇത് നിൻ്റെ വണ്ടിയല്ലേ? നിൻ്റെ വണ്ടിയുടെ നമ്പറല്ലത്. ഇത് പിന്നെ ആരോടിക്കാനാ? സർ, അത് ഞാനല്ല. പരമാവധി സഫീർ അത് പറഞ്ഞു നോക്കിയെങ്കിലും അവർ ഇതിനൊക്കെ ഒരാളെ ആവശ്യമില്ലാതെ, അതായത് ഒരാളെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതാണ് നിനക്കുള്ളവിടെ തെറ്റ്. അത് മാത്രമല്ല, അപകടം പറ്റിയിട്ടും അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയോ അല്ലെങ്കിൽ അവരെ പരിചരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യാതെ നീ വിദേശത്തേക്ക് പറന്നു. അത് രണ്ടാമത്തെ തെറ്റ്. മൂന്നാമത്തത്, നീ നിരന്തരം ഇവരെ പീഡിപ്പിക്കാറുണ്ടായിരുന്നു. നിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയായിരുന്നു ഇവർ. അതാണ് മൂന്നാമത്തെ തെറ്റ്. എന്താ ഇതൊക്കെ? ഏത് നിയമമാണ് ഇതിനെ വിധിക്കേണ്ടത്?
ഇതിനൊക്കെ ആജീവാനന്ദം ജയിലിൽ എണ്ണിക്കഴിയേണ്ടി വരും മോനെ. പണത്തിൻ്റെ കൊഴുപ്പിൽ എന്തും ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലേ? അതെ, പണക്കാരാണെന്ന് വിചാരിച്ചിട്ടൊന്നേ ഇവിടെ കോടതിയിൽ അതിനൊന്നും ഒരു എക്സ്ക്യൂസും ഇല്ല. ചെയ്തതിന് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. കോടികൾ പിഴ അടക്കേണ്ടി വരും, ആജീവാനന്ദം തടവും. ഇന്ന് പോയിട്ട് മറ്റന്നാൾ വാ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. അപ്പോൾ തന്നെ അതാ കോടതി അവനെ പിരിച്ചു വിട്ടു. അതെ, മറ്റന്നാൾ ഹാജരായില്ലെങ്കിൽ അറിയാലോ, അതിനുള്ള നടപടികൾ പൂർത്തിയാക്കും. ഓക്കെ. സഫീർ ആകെ പെട്ടുപോയി. റബ്ബേ, ഞാനില്ലാത്ത സമയത്താണല്ലോ ഈ തെറ്റും കാര്യങ്ങളൊക്കെ. എന്നാൽ സഫീർ നേരെ വീട്ടിലേക്കാണ് പോയത്. അതെ, അവൻ അരിശത്തോടെ നേരെ അതാ പോയി കോളിംഗ് ബെൽ അമർത്തി. ആരാ ഇപ്പോൾ ബെല്ലടിച്ചത്? ഉമ്മ അതാ ഇറങ്ങി വരുന്നു. എന്നാൽ പെട്ടെന്ന് സഫീറിനെ കണ്ടപ്പോഴും അവരൊന്ന് ഞെട്ടി. ആഹാ, ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ പഠിപ്പിസ്റ്റുകാരൻ? ഓ, ദീന് പഠിക്കാൻ അങ്ങനെ പഠിക്കാൻ എന്നൊക്കെ പോയിട്ട് എന്തായിപ്പോ? എന്താ അവിടുന്ന് ആട്ടി വിട്ടോ? പരിഹസിച്ചുകൊണ്ടുള്ള ഉമ്മയുടെ ആ ഒരു ചോദ്യം. എന്നാൽ കോളിംഗ് ബെല്ലടിച്ചതും അതെ അനിയൻ വന്നതുമെല്ലാം ജസീർ മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അവനവൻ്റെ മീശ പിരിച്ചുകൊണ്ട് പതുക്കെ കോണിയിറങ്ങി വന്നിട്ട് പറഞ്ഞു, ഹല്ലുമ്മ, ഇവിടെ ചില പഠിപ്പിസ്റ്റുകളൊക്കെ തിരിച്ചു വരൽ തുടങ്ങിയോ? എന്താന്നാവോ, അവിടെയും കള്ളത്തരം ചെയ്തോ? ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വിചാരിച്ചതാണ്, പക്ഷേ എവിടെ എത്തിയാലും പിടിക്കപ്പെടുന്ന അറിയാലോ. എന്താ ജസീർ നീ പറയുന്നത്? ഉമ്മ, എന്തൊക്കെ ഇവിടെ നടന്നു? നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? അതെ, അവളെ കിട്ടാത്തതിൻ്റെ പേരിൽ അവളെ വാഹനമിടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ആരെ? ജസീർ ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? ആരെ ആയിരിക്കും? ഉമ്മയുടെ പുന്നാര മരുമകളെ. എന്നിട്ട് അവനങ്ങ് രക്ഷപ്പെട്ട്. ശരിക്കും ജ്യേഷ്ഠൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് അവൻ പൊട്ടിത്തെറിച്ചു. ഇക്കാക്ക, നിങ്ങൾ ഇത്രയധികം ചതി ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചില്ല. എന്താണ് മോനെ, ഞാൻ നിന്നെ ചതിക്കേ? നിന്റെ കൂടെപ്പിറപ്പായ ഞാൻ നിന്നെ ചതിച്ചാൽ പിന്നെ ജ്യേഷ്ഠൻ നടന്നിട്ട് എന്ത് കാര്യടാ? ഇങ്ങോട്ട് കയറി വാ മോനെ. ആരാ നിന്നെ ചതിച്ചത്? സത്യം പറ. ഇക്കാക്ക, സത്യം പറയണം. എൻ്റെ ലോറി എടുത്ത് ആരാണ് അവളെ ഇടിച്ചു തെറിപ്പിച്ചത്? ആരിടിച്ചു തെറിപ്പിക്കുക? ഹാദിയെ. ഓഹോ, അപ്പം നിനക്ക് പേരും അവൾ പോകുന്ന റൂട്ടും എല്ലാം കാണാൻ പാടമാണ്. എന്നിട്ട് നീ എൻ്റെ എടാ മോനെ, ഇവിടെ വന്നേ നീ. ശരിക്കും അത് സഫീറിന് ദേഷ്യം കത്തിക്കയറുകയായിരുന്നു. ജ്യേഷ്ഠൻ പരിഹാസത്തോടെയാണ് അത് പറയുന്നത്. മോനെ സഫീർ, ചെറുപ്രായമാണ് നീ. അതെ, കൂടുതൽ വിളച്ചെടുക്കാൻ പാടില്ല. ഒരു ലിമിറ്റ്, അതിനപ്പുറത്തേക്കാൾ ഇതൊക്കെ സംഭവിക്കും. എന്തിനാടാ എൻ്റെ പെണ്ണിനെ നിനക്ക് എന്തിനാ? നിങ്ങൾ തമ്മിൽ ചെറിയൊരു ക്രഷുള്ള കാര്യം എനിക്ക് മുമ്പേ അറിയാം. അത് ഫസ്റ്റ് നൈറ്റിൽ തന്നെ ഞാനത് കണ്ടിട്ടുമുണ്ട്. നീ അങ്ങ് ആശ്വസിപ്പിക്കുകയായിരുന്നു അവളെ അല്ലേ? അവളോട് സംസാരിച്ചിരിക്കുകയായിരുന്നു. എപ്പോഴും രക്ഷകർത്താവായിരുന്നു. ഒരു മാനസിക രോഗിയായി വീഴുമെന്നറിഞ്ഞപ്പോൾ അവളെ കൗൺസിലിംഗ് കൊണ്ടുപോകുന്ന ആളായിരുന്നു. എന്താ, അവളോട് ചോദിച്ചപ്പോൾ അവൾ എതിർത്തുല്ലേ നിന്നെ? അതുകൊണ്ട് നീ അവളെ കൊല്ലാൻ ശ്രമിച്ചു അല്ലേ? അതല്ലേ അവിടെ നടന്നത്? ശരിക്കും സഫീർ ഞെട്ടിപ്പോയി. അത് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇതൊക്കെയാണ് കോടതിയിൽ എഴുതി കൊടുത്തിട്ടുള്ളത് എന്ന് തോന്നുന്നു. അവർ പറഞ്ഞ അതുപോലെ ശരിക്കും സഫീറിന് എന്ത് ചെയ്യണമെന്നായിപ്പോയി. ഇക്കാക്ക, ചതി ഇത്ര ചതിക്കുന്നതിനേക്കാൾ നല്ലേ എന്നെ അങ്ങ് കൊന്നൂടായിരുന്നു. നിന്നെ അങ്ങനെ അങ്ങ് കൊന്നാലോടാ. ചില പ്രതികാരങ്ങളൊക്കെ വീട്ടണ്ടേ? നീ അല്ലേ ഹാദി എപ്പോഴും രക്ഷിക്കാറുള്ളത്? ഉറക്ക ഗുളിക കൊടുക്കുന്നതും ഒഴിവാക്കുന്നതും അങ്ങനെ ആക്കുന്നതും. അവളുടെ രക്ഷകർത്താവല്ലേ നീയ്? അപ്പം നിന്നെ അങ്ങനെ വിടാൻ പറ്റുമോ മോനെ? ശരിക്കും സഫീറിന് എന്ത് ചെയ്യണമെന്നായിപ്പോയി. എന്താടാ ജസീർ ഇവിടെ നടക്കുന്നത്? ഉമ്മയുടെ ചോദ്യത്തിന് മുമ്പിൽ, ഉമ്മ, നിങ്ങളുടെ പുന്നാര ചെറിയ മോനുണ്ടല്ലോ, കുറച്ച് കള്ളത്തിലൊക്കെ നിർത്താൻ പറയണം. എന്താടാ ഓൻ ചെയ്തത്? ഉമ്മ, അത് മലേഷ്യയിലേക്ക് അല്ല, ഈജിപ്തിലേക്ക് എന്ന് പറഞ്ഞ് അവൻ മുങ്ങിയത് അങ്ങോട്ടാ, വേറെ എവിടേക്കോ ആണ്. ഒരിക്കലും അവൻ ഈജിപ്തിൽ എത്തിയിട്ടില്ല. അതിനു മുമ്പായിട്ട് നമ്മളോടങ്ങനെ പറഞ്ഞങ്ങ് പറ്റിച്ചു. ബാക്കിയുള്ളവരുടെ കണ്ണിൽ പൊടിയിട്ടു. പിന്നീട് എന്താട്ടെ ഹാദിയെ അവൾ ഉപദ്രവിക്കുക, അവൾ ഇല്ലാതാക്കുക എന്നുള്ള ചിന്തയോടു കൂടി അവൻ
അതങ്ങ് പണി തുടർന്നു. എന്നിട്ട് എന്ത് ചെയ്തു? നേരെ ഈജിപ്തിലേക്ക് വിട്ടു. എങ്ങനെയുണ്ട് ഐഡിയ? എന്നൊരു കേസ് മറ്റുള്ളവർക്കും. അതെ, എന്നെ ഈ നമ്പറിൽ വിളിപ്പിച്ചതല്ലേ, നിന്നെ വിളിപ്പിച്ചില്ലേ? എന്തു പറഞ്ഞു? ഞാൻ അതിനു മുമ്പേ കേസ് അവിടെ രജിസ്റ്റർ ചെയ്തു, ഞാൻ കൊടുത്തു കഴിഞ്ഞു. അതെ, എന്ത് ചെയ്യാൻ? അവൻ്റെ നിരപരാധിത്വം കൊണ്ടാണ് അവന് പോയത് എന്നല്ല, അവൻ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നൈസായിട്ട് ഈജിപ്തിലേക്ക് മുങ്ങി കൊലപാതകം നടത്തുവാൻ വേണ്ടി ശ്രമിച്ചിട്ട് അത് നടക്കാതെ പോയി. എങ്കിലും പാതി ജീവൻ പാതി വഴിയിൽ ഉപേക്ഷിച്ച് അവൻ പോയി എന്ന് ഞാനായിട്ട് തന്നെ പരാതി അങ്ങ് കൊടുത്തു. രക്ഷപ്പെടണ്ടേ നിനക്ക്? ഏട്ടൻ്റെ കൊടും ചതി ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഹാദിയെ എനിക്ക് ഭാര്യയായി കിട്ടണമെന്നോ അല്ലെങ്കിൽ ഹാദിയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഏട്ടൻ്റെ ഈ ഒരു അത്രക്ക് മോശമായ പ്രവൃത്തികളിൽ നിന്ന് ഏട്ടൻ്റെ മുമ്പിൽ വെച്ച് ഏട്ടത്തിയമ്മയുടെ മുമ്പിൽ വെച്ച് പല പെണ്ണുങ്ങളെയും ജ്യേഷ്ഠൻ, എനിക്കത് കാണുമ്പോൾ തന്നെ ഭ്രാന്താണ്. അതെ, പലതും ഞാൻ മറക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അവരിൽ നിന്ന്. അല്ലാതെ ഒരിക്കൽ പോലും മോശമായ രീതിയിൽ ഞാൻ അവരോട് പെരുമാറിയിട്ടില്ല. അത് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ചോദിച്ചാൽ ഞാൻ പറയാൻ തയ്യാറാണ്. അതെ, എനിക്കൊരു പേടിയില്ല. അള്ളാഹ് ഉണ്ടല്ലോ എല്ലാം കാണുന്നവനെ. ശരിക്കും അതാ ജസീറിൻ്റെ ആ ഒരു കളവിൽ ശരിക്കും ഉമ്മയും വീണു പോകുന്നു. എന്തിനാണ് സഫീറ നീ വേണ്ടാത്തി നിൽക്കുന്നത്? നിനക്ക് വേണമെന്നുണ്ട് ഒരു പെണ്ണ് കെട്ടിയാൽ പോരെ, എന്തിനാണ് അവൻ്റെ പെണ്ണിൻ്റെ പിന്നാലെ നീ നടക്കുന്നത്? എന്ത് കാര്യത്തിനാ? ഞാൻ അറിയാഞ്ഞിട്ടൊന്നുമില്ല ചില കാര്യങ്ങൾ. എന്തിനു വേണ്ടിയിട്ടാണ് അവളെ നീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്? കൗൺസിലിങ് അത് ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യത്തിനാ അത് പറ. സഫീറിൻ്റെ ഉമ്മയുടെ ചോദ്യത്തിന് മുമ്പിൽ അവൻ ശരിക്കും ഒന്ന് പതറിപ്പോയി. എന്ത് പറയണം? ഞാൻ എന്ത് പറഞ്ഞാലും ഇവിടെ വിശ്വസിക്കില്ല, അതെനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ നാളെ അല്ല മറ്റന്നാൾ കോടതിയിൽ ഹാജരാവണം. അത് എനിക്കെതിരെയുള്ള ആ ഒരു തെളിവുകൾ അതെനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക? അവരെല്ലാം പറഞ്ഞ് റെഡിയാക്കി വെച്ചതാണ്. അത് ആക്സിഡൻറ്റ് സംഭവിച്ചതിൻ്റെ കാര്യം അത് എന്തൊക്കെയോ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഒരിക്കലും അതുമായി ഞാനൊരു ബന്ധവുമില്ല. എന്താ ചെയ്യുക? സ്വന്തം അനിയൻ എത്രമാത്രം കൊടുക്കാൻ പാടുണ്ടോ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഹാദിയെ സപ്പോർട്ട് ചെയ്തത് എന്നത് മാത്രമാണോ ഞാൻ ചെയ്ത തെറ്റ്? അത് എൻ്റെ ജ്യേഷ്ഠൻ അത്രയ്ക്ക് മോശമായ പ്രവൃത്തി ചെയ്തത് കൊണ്ട് മാത്രമല്ലേ അവളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അല്ലാതെ ഒരിക്കൽ പോലും ഞാൻ മോശമായൊരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. ഇപ്പോൾ വീട്ടുകാർ മൊത്തം ഹാദിയെ കൊല്ലാൻ ശ്രമിച്ചത് ഞാനാണെന്നുള്ള പേരിലാണ്. സത്യം പറഞ്ഞാൽ അവനവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. ജസീർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹെടാ സ്ഥലം കാലിയാക്കാൻ നോക്ക്. എന്തായി നിൻ്റെ കോടതിയൊക്കെ? അതെ, നിനക്ക് കിട്ടേണ്ട ശിക്ഷ നീ അനുഭവിക്കുക തന്നെ വേണം. അല്ലാതെ ഒരിക്കലും നീയൊന്നും പഠിക്കില്ല. കുറച്ചൊക്കെ ബഹുമാനം വേണം. അതെ, നീ ആഗ്രഹിച്ച പെണ്ണ് എൻ്റെ ഭാര്യയാണ്. ഒരിക്കൽ പോലും നിനക്ക് അവളെ കിട്ടാൻ പോകുന്നില്ല. കിട്ടാത്തതിൻ്റെ പേരിൽ അവളെ നീ കൊല്ലാൻ ശ്രമിച്ചു. പിന്നെ എനിക്ക് കേസ് കൊടുക്കണ്ടേ? കേസ് കൊടുക്കാൻ ഞാൻ പറ്റില്ലല്ലോ. പിന്നെ എന്നാൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. എന്നാൽ ഉമ്മ പറഞ്ഞു, സഫീറെ നീ എന്തൊരു നീച പ്രവൃത്തിയാണ് ചെയ്തത്? ജ്യേഷ്ഠൻ്റെ പെണ്ണിനെയാണോ നീ ആഗ്രഹിച്ചത്? എനിക്ക് നാണം തോന്നുന്നു, ഇറങ്ങിപ്പോടാ എൻ്റെ മുമ്പിൽ നിന്ന് എന്ന് പറഞ്ഞ് ഉമ്മ ശകാരിക്കുന്നു. ജസീർ ഒരു കള്ളച്ചിരിയോടുകൂടെ അത് അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, സഫീറെ ചെയ്തതിന് അനുഭവിച്ചോ, ചെല്ല്. എന്നാൽ നിറമിഴികളോടെ സഫീർ അവിടെ നിന്നും ഇറങ്ങി എങ്ങോട്ടെന്നില്ലാതെ. എന്ത് ചെയ്യും എന്നറിയുന്നില്ല. റബ്ബേ, ആഷി ഉസ്താദിനോടത് പറഞ്ഞാൽ എന്ത് വിചാരിക്കും ഉസ്താദക്ക്? റബ്ബേ, ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല. കേസ് പേര് മുഴുവൻ എൻ്റെ പേരിലാണ് ഉള്ളത്. ഇത്രക്കും നീചനാവാൻ കഴിഞ്ഞോ എൻ്റെ വീട്ടുകാർക്ക്, എൻ്റെ ജ്യേഷ്ഠന്? അതെ, അവൻ വിങ്ങി പൊട്ടിക്കരഞ്ഞു. റബ്ബേ, എനിക്ക് താങ്ങായി തണലായി ആരുമില്ല, ആഷി ഉസ്താദല്ലാതെ വേറെ ആരുമില്ലല്ല എനിക്ക്. അതെ, എനിക്കൊരു വക്കീലിനെ പോലും ഞാൻ വെച്ചിട്ടില്ല. എൻ്റെ ഭാഗം ക്ലിയർ ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ജ്യേഷ്ഠൻ തന്നെയാണ് പരാതി കൊടുത്തത് അല്ലേ? എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ സ്വന്തം അനിയനെതിരെ. അല്ലാ റബ്ബേ, നീ എല്ലാം കാണുന്നുണ്ടല്ലോ. സഫീർ വിങ്ങിപ്പൊട്ടി. അത് ആഷി പറഞ്ഞതുപോലെ മുഅ്മിനീങ്ങൾക്ക് ദുനിയാവ് നരകാണ് എന്ന് കൂട്ടിയാൽ മതി. സഫീറിൻ്റെ ജീവിതം അതെ മറ്റന്നാൾ അവന് കോടതിയിൽ ഹാജരാകും. അവന് എതിരെയുള്ള ആ ഒരു തെളിവുകളെല്ലാം അവിടെ നികത്തും. എനിക്കൊന്നും പറയാനില്ല. എല്ലാം ജ്യേഷ്ഠൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞാണ്. എനിക്കതിലൊന്നും പറയാനില്ല. എന്ത് ചെയ്യും?
എന്നാൽ സഫീറിൻ്റെ ഭാഗം രക്ഷപ്പെടുമോ? രക്ഷകനായിട്ട് ആരെങ്കിലും അവൻ്റെ ഭാഗത്തേക്ക് വരുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതെ, തെറ്റു ചെയ്തവർക്കല്ല ഈ ലോകത്ത് പേടി, തെറ്റ് ചെയ്യാത്ത നിരപരാധികളാണ് ഇവിടെ ശിക്ഷിക്കപ്പെടുന്നത്. ശരിക്കും നമ്മുടെ സഫീർ നിരപരാധിയാണ്, ഒരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാവരെയും ഹെൽപ്പ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അവൻ്റെ പേരിലാണ് മുഴുവൻ കുറ്റങ്ങളും. അഥവാ കേസ് അതങ്ങ് നടത്തി കഴിഞ്ഞാൽ ശരിക്കും അവന് അഴിയെണ്ണേണ്ട അവസ്ഥയായിരിക്കും. അവൻ ഒരു പക്ഷേ ഭൂലോകം തന്നെ കാണാത്ത അവസ്ഥ വരും അവൻക്ക്. കാത്തിരുന്ന് കാണാം എന്തൊക്കെയായിരിക്കും ഇനി സഫീറിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. ഇൻഷാ അല്ലാഹ് സഫീർ രക്ഷപ്പെടുമോ അതോ ജയിലിൽ അകപ്പെടുമോ? ഒരു പക്ഷേ ജസീർ ആ കേസൊന്ന് പിൻവലിച്ചിരുന്നെങ്കിൽ, അതിനുള്ള പരിഹാരം മഹാദിയക്ക് കൊടുത്താലും ആ കേസുകളൊന്ന് പിൻവലിച്ചിരുന്നെങ്കിൽ അത് സഫീറിന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ ജസീർ വാശിയിൽ തന്നെയാണ്. അവൻ അത്ര അങ്ങ് നല്ലയാൾ ചമയണ്ട എന്ന് കരുതിയിട്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ദിവസമായിട്ട് കാണുന്നൊരു വാർത്തകളില്ലേ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതെ, ശരിക്കും ആരുടെയും കരളലിയിപ്പിക്കുന്ന ആ ഒരു വാർത്തകളിലെ വളരെയധികം സന്തോഷത്തോടു കൂടി അതെ ഒരു പരിപാടിക്ക് വേണ്ടി പോയ 7 പേര്, ആ ഉമ്മയും ഉപ്പയും പൊന്നുമോളും മാത്രം ബാക്കിയായി 4 ആൺമക്കൾ അത് ഒരുമിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങി. ആക്സിഡൻറ്റിൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ആ വാർത്ത. സത്യം പറഞ്ഞാൽ ആ വാർത്ത കേട്ടപ്പോൾ ആരുടെയും കണ്ണ് നിറഞ്ഞു പോകുന്ന വാർത്തയാണ്. അതെ, 4 ആൺമക്കൾ, ആ ഉമ്മയുടെയും ഉപ്പയുടെയും പൊന്നോമനകൾ. റബ്ബേ, ഒരു നിമിഷം കൊണ്ടാണ് 4 പേരും യാത്രയായത്. അതിലൊരു മോന് കുറച്ച് അപകടനില തരണം ചെയ്തിരുന്നെന്നറിയാൻ കഴിഞ്ഞു. എന്നാൽ ആ കുഞ്ഞും യാത്രയായി. ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും 5 മക്കളിൽ 4 പേര് പടച്ച റബ്ബിലേക്ക് പോവാന്ന് വെച്ചാൽ എന്തായിരിക്കും പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ? നമ്മൾ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലേ? നമ്മളെ മക്കൾ നല്ല രീതിയിൽ വളരണം, മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം, മക്കൾക്ക് നല്ല വീടാവണം എന്നുള്ള ചിന്തയും കാര്യങ്ങളൊക്കെയാണ് നമുക്കുള്ളത്. പക്ഷേ എന്ത് ചെയ്യാൻ, അതിനൊന്നും കാത്തു നിൽക്കാതെ ആ മക്കൾ പോവുകയാണ് ചെയ്തത്. ആ മാതാപിതാക്കൾക്ക് എത്രമാത്രം അല്ലാഹുവേ അവർക്ക് നീ ക്ഷമ കൊടുക്ക് റഹ്മാനേ. പക്ഷേ ആ മാതാപിതാക്കൾ ഇവിടെ ഇരുന്ന് ക്ഷമിക്കുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു കൂലിയുള്ള കാര്യം കൂടിയാണ്. 15 വയസ്സിന് താഴെയുള്ള മക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതെ മഹ്ശറയിൽ നിന്ന് വിചാരണ ചെയ്യുന്ന സമയത്ത് പോലും അതെ തൻ്റെ ഉമ്മയെയും ഉപ്പയെയും കണ്ടുപിടിച്ചുകൊണ്ട് അവരുടെ വസ്ത്രത്തിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അത് അത്രക്കും പൂമ്പാറ്റകളെ പോലെ അവരെ ഒട്ടിപ്പിടിച്ചുകൊണ്ട് പറയുമത്ര അള്ളാഹുവിനോട്, അള്ളാഹു എൻ്റെ ഉമ്മയും ഉപ്പയാണ്, അവരെ പെട്ടെന്ന് നീ സ്വർഗത്തിലേക്ക് കയറ്റ് എന്ന് പറയുമത്രേ. അങ്ങനെ ആകുമ്പോൾ ആ ഉമ്മയും അള്ളാഹുവിൻ്റെ മനസ്സലിഞ്ഞ് ആ ഉമ്മയും ഉപ്പയും പെട്ടെന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. അതെ, അവർക്ക് ആ ഉമ്മാക്കും ഉപ്പാക്കും അതിനുള്ള ഭാഗ്യം ലഭിച്ചു. പക്ഷേ റബ്ബേ, ഈ ദുനിയാവിൽ നിന്ന് സഹിക്കണമല്ലോ, അതാണ് സഹിക്കാൻ കഴിയാത്തത്. അതെ, നമ്മൾ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഏതൊരു പിതാവിനും അത് തൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ കഫം പുടവയിലേക്ക് മണ്ണ് വാരിയെറിയുന്ന അവസ്ഥ, അത് റഹ്മാനെ ആർക്കും നീ കൊടുക്കല്ലല്ലാ. അതെ, അവരുടെ ആ ഒരു കഫം പുടവയിലേക്ക് മണ്ണ് വാരിയിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം എത്ര പൊട്ടിപ്പോകുന്നുണ്ടാവും. ഹോസ്പിറ്റലിലാണ്, അദ്ദേഹത്തിനും പരിക്കുണ്ട്. എന്നാൽ പറയുന്നത് ഇങ്ങനെയാണ്, എനിക്കെൻ്റെ പൊന്നുമക്കളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഹോസ്പിറ്റൽ അധികൃതർ അതിന് സമ്മതിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അവസാന കാഴ്ചയല്ലേ, ഇനി കാണൂലല്ലോ, അവസാനമായിട്ടുള്ള ഒരു കാഴ്ചയാണ് റഹ്മാനെ. ആ ഒരു കാഴ്ച അതൊരു അന്ത്യ കാഴ്ചയായിരിക്കും. ഇനി ഒരിക്കലും ആ പൈതങ്ങളെ കാണൂലല്ലോ. ഒന്ന് ആ പൊന്നു മക്കളൊന്ന് കെട്ടിപ്പിടിക്കണം, ഒന്ന് വാരിയെടുക്കണം, ഒന്ന് ചുംബിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ അല്ലാ റഹ്മാനെ കിട്ടില്ലല്ലോ, അകന്നകന്ന് പോയില്ലേ, അവർ മണ്ണിനടിയിലായില്ലേ. റബ്ബേ പഠിച്ചോനെ കാത്തുരക്ഷിക്കണേ അല്ലാ. റഹ്മാനെ ഞങ്ങളുടെ മക്കളൊക്കെ പഠിച്ച റബ്ബേ, ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മക്കളെ നീ കൊണ്ടുപോകല്ലല്ല, ഒരു ഉമ്മാക്കുപ്പൊക്കെ സഹിക്കില്ലല്ല. റഹ്മാനെ മക്കൾക്ക് എല്ലാവർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യേ. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ആ ഉമ്മാക്കും ഉപ്പാക്കും ക്ഷമ നൽകുവാൻ, മറവി നൽകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പെട്ടെന്നൊന്നും പോകില്ല മറവി. കാരണം 4 മക്കളെ ഗർഭം ചുമന്ന് പ്രസവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടും പ്രയാസം എല്ലാവർക്കും അറിയാം. അത്രയധികം പൊന്നുമക്കളെ നോക്കി പോറ്റി വളർത്തിയ
ആ ഉപ്പ ആ ഉമ്മ അവർക്കത് സഹിക്കാൻ കഴിയുന്നതിലപ്പുറമായിരിക്കും. റഹ്മാനെ, അള്ളാഹുവേ, അവർക്ക് നീ ക്ഷമ നൽക്. ആ പൊന്നു മക്കളൊക്കെ രക്ഷപ്പെട്ടു. മക്കള് തെറ്റൊന്നും ചെയ്യാതെ 15 വയസ്സിനുള്ളിലുള്ള മക്കളല്ലേ. 5 വയസ്സുകാരനും 8 വയസ്സുകാരനും 11 വയസ്സുകാരനും 14 വയസ്സുകാരനും ആണല്ലോ. അതെ, ആ മക്കളൊക്കെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പൂമ്പാറ്റകളായി പാറിപ്പറന്നുല്ലസിക്കാൻ വേണ്ടി പോയി. അവർ രക്ഷപ്പെട്ടു. മക്കളൊരു തെറ്റും ചെയ്യാതെ രക്ഷപ്പെട്ടു. ശരിയാണ്. പക്ഷെ ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സ്, അതാണ് റഹ്മാനെ, അത് സഹിക്കാൻ കഴിയില്ലല്ലോ അവർക്ക്. ആ ഉപ്പാക്ക് കണ്ണുനീരില്ല. അതെ, ആ ഉപ്പ ശരിക്കും ഞെട്ടിത്തരിച്ച് ആ ഒരു ഷോക്കിൽ നിൽക്കുകയാണ്. അതെ, മക്കൾ പോയത് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥ. റബ്ബേ, പാവരുടെ ഉമ്മ എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും. അള്ളാഹുവേ, മക്കൾ രക്ഷപ്പെട്ടു. മക്കൾക്ക് സ്വർഗമാണ്. മക്കളെ അത് ഖബറിലേക്ക് കൊണ്ടുവച്ചാൽ തന്നെ ഓറിൽ നിങ്ങൾ തിരക്ക് കൂടും അത്ര. ഞാൻ എടുക്കും ഈ കുട്ടിയെ, ഞാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ആ പൊന്നു മക്കൾ സ്വർഗത്തിലെത്തി. സ്വർഗലോകത്തവർ പാറി പറന്ന് നടക്കുന്നുണ്ടാവും. പക്ഷേ ആ ഉമ്മയുടെയും ഉപ്പയുടെയും വേദന, വിഷമം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ. അത് ഒരു പൊന്നു മോളുണ്ടല്ലോ, കൂടപ്പിറപ്പുകളെല്ലാം നഷ്ടപ്പെട്ട ആ ഒരു പൊന്നുമോള്, പാവം മോള്. അല്ലാ റഹ്മാനെ, നീ കാത്തുരക്ഷിക്ക് റഹ്മാനെ. ഇതുപോലുള്ള വാർത്തകൾ കേൾക്കാൻ ഉള്ള വിധി നീ വരുത്തല്ലേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.